ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രം. പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. ഭക്തജന തിരക്കിൽ നേരിയ കുറവുണ്ട്. ഇന്നലെ 61,000 പേർ ദർശനം നടത്തി. ഇന്നും 70,000 പേർ ഓൺലൈനായി ബുക്ക് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി എം മനോജും അരുൺ കൊടുങ്ങൂരും ചേരുകയാണ്. ആദ്യം എം മനോജിലേക്കാണ്. മനോജ്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ചെറിയ തിരക്ക് ആണ് അനുഭവപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമെല്ലാം നമുക്കറിയാം അവധിയായിരുന്നു. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലവിൽ 3 മണിക്ക് നട തുറന്നിരിക്കുകയാണ്. നിലവിൽ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്വാമി ശരണം, ഇന്നും ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ്. ഇരുമുടിക്കെട്ടുമായി ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ഓരോരുത്തരും ശരണമന്ത്രങ്ങൾ മുഴക്കി സന്നിധാനത്തേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം 61,000 പേരാണ് ദർശനം നടത്തിയത്. ഇത്തവണയും, അതായത് ഓരോ മണ്ഡലകാലങ്ങളിലും വൻ ഭക്തജന തിരക്കാണ്. ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് വഴിയാണ് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. 30-ാം തീയതി വരെയുള്ള സ്ലോട്ടുകൾ 70,000 വെച്ച് മുഴുവനായി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ആ ഒരു തിരക്ക് ഇനി ഓരോ ദിവസം വരുംതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലേ? എന്തായാലും പുലരിയിൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നു. ഇതിനുശേഷം ഇന്നലെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടായിരുന്നു. അതായത് രാവിലെ നിർമ്മാല്യ ദർശനത്തിന് സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കുണ്ടായിരുന്നു. പക്ഷേ 9 മണിയോടെ തീർത്ഥാടകരുടെ തിരക്ക് കൂടുകയായിരുന്നു. എന്തായാലും ഇന്നും അതിന് സമാനമായി ഇന്ന് നട തുറന്ന 3 മണിക്ക് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്നും 70,000-ഓളം തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് എത്താനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലൊക്കെ തന്നെ ആ ഒരു തിരക്ക് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു നടപടികൾ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും എല്ലാം തന്നെ എടുത്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് വരും ദിവസങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും ദൃശ്യങ്ങളിൽ പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത, ഫ്ലൈ ഓവറിലടക്കം തീർത്ഥാടകരുടെ ഒരു തിരക്ക് നമുക്ക് പ്രകടമാണ്. എന്തായാലും ആ ഒരു ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തിരക്കിന്റെ ഒരു നേരിയ കുറവുണ്ടായിരുന്നെങ്കിലും ഇന്ന് പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നു. അവരെ ഈ 18-ാം പടി ചവിട്ടി അവരിങ്ങനെ ക്യൂ നിൽക്കുവാണ്. അതായത് ഇനി സോപാനത്തിന് മുന്നിലേക്ക് പോകുവാനുള്ള ആ ഒരു ക്യൂ ആണ് നമ്മൾ കാണുന്നത്. നിരവധി പേരുണ്ട്. അതായത് ഭക്തജനങ്ങൾ, മാളികപ്പുറങ്ങൾ, കുഞ്ഞു മാളികപ്പുറങ്ങൾ, അതോടൊപ്പം തന്നെ കുഞ്ഞയ്യപ്പന്മാർ എല്ലാവരുമുണ്ട്. എന്തായാലും ആ ഇരുമുടിക്കെട്ടുമേന്തി അവർ അയ്യപ്പനെ ദർശിക്കുവാനായി അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. സന്നിധാനം രാവിലെ മുതൽ തന്നെ ഭക്തി സാന്ദ്രമാണ്. പുലർച്ചെ 3 മണിയോടുകൂടി, എല്ലാ ദിവസവും പുലർച്ചെ 3 മണിയോടുകൂടിയാണ് നട തുറക്കുക. അതിനുശേഷമാണ് ഓരോ പൂജകളായി, അതായത് നെയ്യഭിഷേകം രാവിലെ മുതൽ തന്നെ തുടങ്ങും. അതിനായി നെയ്ത്തേങ്ങയുമായി നിരവധി ഭക്തജനങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ സന്നിധാനത്ത് നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്നും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ സ്ലോട്ടുകളും മുഴുവനായും ബുക്ക് ചെയ്തിട്ടുണ്ട്. നിരവധി ഭക്തജനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ലക്ഷങ്ങൾ കാത്തിരിക്കുകയാണ് അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി ഈ മണ്ഡലകാലത്ത്. മണ്ഡലകാലം എന്തായാലും കഴിഞ്ഞ മാസപൂജയ്ക്കൊക്കെ തന്നെ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു, ഭക്തജനങ്ങൾക്ക് പരാതികൾ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഇവിടെയുള്ള ദേവസ്വം ബോർഡ് അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കാര്യം വെർച്വൽ ക്യൂ വഴി മാത്രം ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ തീർത്ഥാടന കാലം എന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഒരു നീക്കം തുടക്കത്തിൽ തന്നെ പാളിയിരുന്നു. അതിനുശേഷമാണ് സ്പോട്ട് ബുക്കിംഗ് എന്നൊരു സംവിധാനത്തിലേക്ക് എത്തിച്ചത്. അതായത് കൃത്യമായ ഒരു എണ്ണം സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒക്കെ തന്നെ കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിക്കുന്നതെങ്കിൽ പോലും തീർത്ഥാടകർക്ക് വലിയൊരു ആശങ്കയുണ്ട്. അവർക്ക് കൃത്യമായി ദർശനം നടത്തുന്നതിന് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. പക്ഷേ അതിലേറ്റവും എടുത്തു പറയുന്നത് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് ഒരു ദിവസം 90,000 തീർത്ഥാടകർക്ക് ശബരിമലയിൽ ദർശനം നടത്താനുള്ള അനുമതിയുണ്ട്. പക്ഷേ അതെന്തുകൊണ്ട് 70,000-ലേക്ക് വെട്ടിച്ചുരുക്കി എന്നുള്ള ഒരു വലിയ ചോദ്യം അവശേഷിക്കുകയാണ്. നമുക്കറിയാം വലിയ ഭക്തജന പ്രതിഷേധം, ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഇവിടെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ പോലും അത്തരത്തിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോയിരുന്നില്ല. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ വീഴ്ച ഉണ്ടായിരുന്നത് 18-ാം പടി കയറി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ തന്നെയായിരുന്നു. ഒരു മിനിറ്റിൽ ഇത്തവണ 85ഓളം അല്ലെങ്കിൽ 80ഓളം തീർത്ഥാടകർ പടി കയറി എത്തുന്നു. അതുകൊണ്ട് തന്നെ തിരക്ക് കാര്യമായി തന്നെ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത കുറവാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി വരും ദിവസങ്ങളിൽ ഈ തീർത്ഥാടകരുടെ എണ്ണം, അതായത് വെർച്വൽ ക്യൂ വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കും
സംഘടിപ്പിക്കാനുള്ള ഒരു നേരിയ ആലോചന കൂടി ദേവസ്വം ബോർഡും പോലീസും ഒക്കെ തന്നെ എടുക്കുന്നുണ്ട്. കാരണം അവർക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ പോലെ ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ ഒരു പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കാൻ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ കഴിയുന്നില്ല എന്നതുകൂടി എടുത്തു പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോടതിയുടെ അതായത് 80,000 പേർക്ക് ദർശനം നടത്താമെന്നുള്ള ഒരു അനുമതി ഇരിക്കെ തന്നെയാണ് അത് 70,000 ആക്കി 90,000 പേർക്ക് എത്താമെന്ന് പറയുമ്പോൾ തന്നെ 70,000 ആക്കി ചുരുക്കുന്നു. എന്തായാലും മുൻകാലത്തൊക്കെ ലക്ഷങ്ങളാണ് ശബരിമലയിൽ എത്തി ദർശനം നടത്തി അങ്ങനെ മടങ്ങുന്നത്. പക്ഷേ അടിസ്ഥാന സൗകര്യം തന്നെയാണ് പ്രധാന വിഷയം. അതായത് ഇവിടെ എത്തുന്ന ഓരോ ഭക്തജനങ്ങൾക്കും അവരുടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ അല്ലെങ്കിൽ മറ്റ് കാര്യം കുടിവെള്ളത്തിന് പോലും കഴിഞ്ഞ തുലാമാസ പൂജയിൽ ഇവിടെ കുടിവെള്ളം പോലും കിട്ടിയില്ല എന്നായിരുന്നു ഭക്തജനങ്ങളുടെ പരാതി. അത്തരത്തിലുള്ള പരാതികളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഓൺലൈൻ ബുക്കിംഗ് വഴി ഈ ഭക്തജനങ്ങൾ അതായത് എണ്ണം കൃത്യമായും അധികൃതർക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ദർശനം അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായാലും ശബരിമലയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു പ്രതിസന്ധിയും. അതായത് കഠിനമായിട്ടുള്ള വ്രതം മല ചവിട്ടി ഇങ്ങോട്ടേക്ക് എത്തുക, അയ്യനെ ദർശിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം, ഒരൊറ്റ വികാരത്തോടു കൂടിയാണ് എല്ലാവരും ശരണമന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ട് ഈ മല ചവിട്ടി ഇങ്ങോട്ടേക്ക് ഭക്തിപൂർവമായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഈ അധികൃതരുടെ ഉത്തരവാദിത്വം. അത് കൃത്യമായും എല്ലാ വർഷവും നിർവഹിക്കുകയാണെങ്കിൽ ഭക്തരുടെ ഭാഗത്തുനിന്ന് പരാതി ഉയരില്ല. പക്ഷെ കഴിഞ്ഞ തവണ വലിയ തരത്തിലൊരു പരാതി ഉയർന്നിരുന്നു. ഇത്തവണ അതുണ്ടാവരുത് എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അതിന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയായിരുന്നു കഴിഞ്ഞ തവണയൊക്കെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത്. അത് ചെറിയ പ്രശ്നങ്ങളൊന്നും തന്നെയല്ല ശബരിമലയിൽ ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിലെ വീഴ്ച പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അതേപടി പാലിച്ചുകൊണ്ട് വിവിധ വകുപ്പുകളെ കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ വകുപ്പുകളുടെയും കൃത്യമായ രീതിയിലുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് വീഴ്ചകളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ ദേവസ്വം ബോർഡും പോലീസും എല്ലാം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഏകോപനം കൃത്യമായി തന്നെ മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ പ്രശ്നത്തിന് പരിഹാരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും ഭക്തിസാന്ദ്രമാണ്. എല്ലാ ഇടങ്ങളിലും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് സന്നിധാനം മാറിയിരിക്കുകയാണ്.